ആദ്യ മണിക്കൂറുകളിൽ പാലക്കാട് നിന്ന് കാണുന്നത് ആവേശഭരിതരായി തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള വോട്ടർമാരെയാണ്. പാലക്കാട്ട് ഏതാണ്ട് എല്ലാ ബൂത്തുകളിലും തുടക്കത്തിൽ തന്നെ വലിയ ആവേശവും വലിയ ജനത്തിരക്കും നമുക്ക് പ്രകടമാണ്. അത് ഈ ദിവസം ഇന്നിപ്പോൾ രാവിലെ വോട്ട് ചെയ്ത ശേഷം മറ്റ് ദൈനംദിന പ്രവൃത്തികളിലേക്ക് കടക്കാനുള്ള സ്വാഭാവികമായ ആളുകളുടെ ഒരു പ്രവണത മാത്രമാണോ? അതിനപ്പുറത്തേക്ക് പാലക്കാട് കഴിഞ്ഞ ഒരു മാസക്കാലത്തോളം കൊടുമ്പിരി കൊണ്ട പ്രചാരണത്തിന്റെ സ്വാഭാവികമായ ഒരു അനുരണനം, തുടർച്ച, പ്രതിഫലനമാണോ ഈ സംഭവിക്കുന്നത് എന്നറിയണം. നമ്മോടൊപ്പം ഷബീർ അമർ കൂടി. ഷബീർ, ഏത് ബൂത്തിലാണ്? അവിടെയും ഈ നിലയ്ക്ക് ആളുകളുടെ ഒരു തിരക്ക്, ഒരു ആവേശം പ്രകടമാണോ? നിഷാദ്, തീർച്ചയായും നിഷാദ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു മാസത്തിലധികം നീണ്ട തീവ്ര പ്രചാരണത്തിനൊടുവിൽ വോട്ടർമാർ ആവേശത്തോടെ അതിരാവിലെ തന്നെ ബൂത്തുകളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് മുഴുവൻ ബൂത്തുകളിലും കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പറക്കുന്നം GLP സ്കൂളിലാണ്. ഇവിടെ ഈ GLP സ്കൂളിൽ രണ്ട് ബൂത്തുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 34-ാം നമ്പർ ബൂത്തും 35-ാം നമ്പർ ബൂത്തും. അതിരാവിലെ തന്നെ മിക്ക ബൂത്തുകളിലും വലിയ നീണ്ട ക്യൂ ഉണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇന്ന് വർക്കിംഗ് ഡേ ആണ്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പാലക്കാട് മണ്ഡലത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ മറ്റിടങ്ങളിൽ പാലക്കാട് മണ്ഡലത്തിന് പുറത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക്, കോളേജുകളിലും മറ്റും പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോകേണ്ടതുണ്ട്. അത്തരക്കാർ കൂടി അതിരാവിലെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ജോലിക്ക് പോകേണ്ടവരുണ്ട്. ആ നിലയ്ക്ക് അതിരാവിലെ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോവാൻ തയ്യാറായി വന്നവരുണ്ട്. വലിയ നീണ്ട ക്യൂ മിക്ക ബൂത്തുകളിലുമുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രചാരണത്തിന്റെ ആവേശം വോട്ടെടുപ്പിലും പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത്. ഇപ്പോൾ വോട്ടർമാർ എത്ര സമയം കാത്തിരിക്കുന്നു? സമയം കാത്തുനിൽക്കാം, ഒരു അരമണിക്കൂറിന് മേലെ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ജോലിക്ക് പോകാൻ. അത് കണക്കാക്കിയിട്ട് നേരത്തെ വന്നതാണ്. നോക്കുമ്പോൾ ക്യൂ ഭയങ്കര വലിയ അരങ്ങളില്ല, അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ. ഇതിന് മുമ്പും വോട്ട് ചെയ്തില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ? അന്ന് ഇത്രയും തിരക്കുണ്ടായിരുന്നു രാവിലെ? അതിലത്ത് രാവിലെ അത്ര നോക്കിയില്ല. ഈ പ്രശ്നം ഭയങ്കര തിരക്കാണ്. ഈ പ്രചാരണം നല്ല രീതിയിൽ നടന്നത് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമല്ലേ? പ്രതിഫലിക്കും. മാറ്റങ്ങൾ വരണം. മാറ്റങ്ങൾ വന്നാലേ നമുക്ക് നാടിന്റെ ഒരു വികസനം ഉണ്ടാവുള്ളൂ. ചെയ്തു പോയ കാര്യങ്ങളൊക്കെ പകുതി നിൽക്കുകയാണ്. അതൊക്കെ പൂർത്തിയാക്കിയിട്ട് പോകണ്ട. പകുതി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് പിന്നെയാണ് ചെയ്യേണ്ടത് ഉറപ്പിച്ചിട്ടാ വന്നിട്ടുള്ളത്. പാർട്ടി ചെയ്യേണ്ടത് ഉറപ്പിച്ചിട്ടാ വന്നിരിക്കുന്നത്. ചെയ്യണമല്ലോ, ചെയ്താലല്ലേ നല്ലത്. എന്താണ് ഇത് കഴിഞ്ഞ് പറഞ്ഞതുപോലെ ജോലിക്ക് പോകേണ്ടത്? കഴിഞ്ഞ് തീർച്ചയായിട്ടും ജോലിക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ അതിൻ്റെ ഇടക്കും വന്ന് ചെയ്യുന്നത് നമ്മുടെ കടമ എന്നുള്ള നിലക്ക് ചെയ്യാണ്. ജനാധിപത്യ അവകാശം വിനിയോഗിക്കപ്പെടണം. അതുകൊണ്ടാണ് ചെയ്യാൻ വേണ്ടി വന്നത്. ഈ പറഞ്ഞ പോലെ ആർക്കാ ചെയ്യണമെന്നൊക്കെ ഉറപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത്? അതെ, തീർച്ചയായും നല്ല ബോധ്യത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെയാണോ പെട്ടെന്ന് വോട്ട് ചെയ്ത്? അതെ, ഞാൻ ഗൾഫ് റിട്ടേണാണ്. ലീവിൽ വന്നിട്ട് ഇവിടെ തന്നെ ഈ ബൂത്തിലുള്ള വോട്ടർ. ഇത്രയും കാലം ഗൾഫിലായിരുന്നു? ഇപ്പൊ ഒരു 3-4 മാസമായിട്ട്. എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിന് മുമ്പുള്ള? നല്ല ആവേശമാണ്. പറക്കുന്ന ഉപേക്ഷിച്ച് നല്ല എപ്പോഴും നല്ല ആവേശത്തിനുള്ള ഒരു ബൂത്താണിത്. എപ്പോഴും ആവേശം ഉണ്ടാവും. മുനിസിപ്പൽ ഇലക്ഷൻ ആണെങ്കിലും നിയമസഭയാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും നല്ല പ്രവർത്തനമുള്ള ഒരു വാർഡാണ്. നിഷാദ്, ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. എത്രാമത്തെ വോട്ടത്? എത്രാമത്തെ വോട്ടെന്നുള്ള കാര്യത്തിലൊന്നും ഓർമ്മയൊന്നുമില്ല. എങ്ങനെയുണ്ട് മൊത്തത്തില് തെരഞ്ഞെടുപ്പിന്റെ ആവേശം? നല്ല ആവേശമായിട്ടുള്ള വോട്ടാണ്. നല്ലൊരു പോളിംഗും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നും എല്ലാ വോട്ടെടുപ്പിനും ഇങ്ങനെ നേരത്തെ വന്ന് ചെയ്യുന്നതാണോ? അങ്ങനല്ല, ഇന്നിപ്പോ ജോലിയുടെ വേറെ ആവശ്യമുള്ളതുകൊണ്ട് നേരത്തെ വന്ന് ചെയ്തിട്ട് പോകാൻ തീരുമാനിച്ചു. നിഷാദ്, ഇതാണ് എടുത്തു പറയേണ്ട കാര്യം. ജോലിയുടെ ആവശ്യാർത്ഥം അതിരാവിലെ വന്ന് വോട്ട് രേഖപ്പെടുത്തി ജോലിക്കും മറ്റും പോകേണ്ടവരുണ്ട്. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളുടെ നിരയിലും വലിയ നീണ്ട ക്യൂ തന്നെയാണ് കാണുന്നത്. എന്താണ് അതിരാവിലെ നേരത്തെ വന്ന് വോട്ട് ചെയ്തു പോലുള്ള തീരുമാനമാണോ? അതെ. എന്തെങ്കിലും ജോലിയോ മറ്റെന്തെങ്കിലും? നേരത്തെ വന്ന് ചെയ്തു പോകാന്ന് വിചാരിച്ചു. ആർക്കൊക്കെ ചെയ്യേണ്ടെന്ന് ഉറപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത്? ഉറപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ തന്നെ. എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രചാരണമൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? മുമ്പുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്രയും പ്രചാരണം കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ കടുത്ത പ്രചാരണമാണ്. എല്ലാരും വലിയ പ്രചാരണമായിരുന്നു. മൊത്തത്തില് കളറായിരുന്നു 1.5 മാസം അല്ലേ? എന്തായാലും നിഷാദ്, സ്ത്രീകളുടെ നിരയിലും വലിയ ക്യൂ തന്നെ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതിപ്പോൾ 35-ാം നമ്പർ ബൂത്തിൽ ക്യൂ നിൽക്കുന്നവരുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ 34-ാം നമ്പർ ബൂത്താണ് തൊട്ടിപ്പുറത്തുള്ളത്. ഈ ബൂത്തിലും നീണ്ട നിര, പുറത്തേക്ക് നീങ്ങുന്ന രീതിയിൽ നീണ്ട നിരയുണ്ട്. ഒപ്പം തന്നെ ഈ ബൂത്തിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള AK ബാലൻ ഏതാണ്ട് 10 മണിയോടുകൂടി ഇവിടേക്ക് വോട്ട് രേഖപ്പെടുത്താനായി എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ബൂത്ത് കൂടിയാണ്. തൊട്ടപ്പുറത്താണ്, ഈ സ്കൂളിന് സ്ഥിതി ചെയ്യുന്നതിന് തൊട്ടപ്പുറത്താണ് അദ്ദേഹത്തിന്റെ വീടുള്ളത്. എത്ര നേരമായി വന്നിട്ട്? കുറെ നേരമായോ? 10 മിനിറ്റായി. 10 മിനിറ്റായി. എങ്ങനെയുണ്ട്? തിരക്കുണ്ടോ? ഈ ബൂത്തിൽ കമ്മിയാണ് തോന്നുന്നത്. താരതമ്യം എത്ര ഉണ്ടാവാറുണ്ടോ? മുമ്പൊക്കെ ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടാവുന്നുണ്ട്.
എന്താ സ്ഥിതി? മൊത്തത്തിലൊരു ആവേശത്തിലാണോ തെരഞ്ഞെടുപ്പ്? എല്ലാവരും ആവേശത്തിലാണ്. പാലക്കാടാണല്ലോ പ്രത്യേകത ആവേശമുള്ളത്. 3 ത്രികോണ മത്സരമാണല്ലോ പാലക്കാട്. കേരളത്തിലും നല്ല ഒരു ഭാവി തെരഞ്ഞെടുപ്പ് പാലക്കാട് മണ്ഡലമാണ്. ഇതുവരെ കാണാത്തൊരു ആവേശത്താണ്. ഇതുവരെ ആവാസത്തിൽ ഇപ്പോൾ പാലക്കാട് കേരളത്തിൽ ഇപ്പോൾ 3 മണ്ഡലത്തിലുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പാലക്കാടാണ് ത്രികോണ മത്സരം. ആർക്കാണ് ചെയ്യേണ്ടതെന്ന് ഉറപ്പിച്ചിട്ടാണോ വന്നിട്ടുള്ളത്? അത് ഉറപ്പിച്ചിട്ട് തന്നെ വന്നിട്ടുള്ളത്. അവസാന നിമിഷം ചാഞ്ചാടോ ഇത് കാണുമ്പോൾ ചാടുന്നതല്ല, ലക്ഷ്യമുണ്ട് വിജയിക്കുന്നു. എന്താണ് വികസനമാണോ രാഷ്ട്രീയമാണോ എന്താണ് താങ്കൾ? വികസനം തന്നെ ഒന്നാമത്. പാലക്കാട് ഇപ്പോൾ ഇൻഡോർ സ്റ്റേഡിയം ആയാലും മുനിസിപ്പൽ സ്റ്റേഡിയം ആയാലും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ആയാലും 10-30 വർഷമായി സ്റ്റേഡിയമൊക്കെ മുടങ്ങി കിടക്കുന്നത്. 35 വർഷമായി. പാലക്കാട് നഗരസഭയാണ് ഏറ്റവും വീഴ്ച. രാത്രിയായ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലടക്കം നല്ല ലൈറ്റ് ഉണ്ട്. കുണ്ടും കുഴിയും അതുപോലെ ലൈറ്റ് ഇല്ലാത്തത്, ഇരുട്ട്, വൻകിട കെട്ടില്ലെങ്കിൽ രാത്രിയായ മാഫിയയുടെ താവളം. ഈ 2.5 കോടി ചെലവാക്കി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, അതിലടക്കം രാത്രിയായ പകലും മറ്റു ആൾക്കാരുടെ താമസമാണ്. എന്തായാലും നിഷാദ്, വലിയ ആവേശത്തോടെയാണ് ഓരോ വോട്ടർമാരും പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുള്ളത്. വലിയ പ്രചാരണം, അതായത് 3 മുന്നണികളും LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, വലിയ തരത്തിൽ പ്രചാരണം നടത്തി പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും ഭാഗത്തുനിന്ന് ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്കൊരു പോളിംഗ് ഇത്തവണ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ 75 ആയിരുന്നു. അതിന് തൊട്ട് മുമ്പ് 2% മുകളിലായിരുന്നു. 77% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമാണ് പാലക്കാട്. ഇത്തവണ എത്ര ശതമാനം പോളിംഗ് ഉണ്ടാകും? പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പാണ്. നേരത്തെ നിഷാദ് പറഞ്ഞിരുന്നു, ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിലും മറ്റും കണ്ടതാണ് ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുത്തനെ താഴേക്ക് വരുന്നത്. പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ച് അത്തരത്തിൽ ഉണ്ടാകില്ല എന്നാണ് മുന്നണികൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ LDFന്റെ സ്ഥാനാർത്ഥി രാവിലെ പറഞ്ഞത് പോളിംഗ് കുറയാനുള്ള സാധ്യത അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഉപതെരഞ്ഞെടുപ്പ് വരുത്തിവെച്ചത് എന്ന ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ നിലപാട് കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഉപതെരഞ്ഞെടുപ്പ് UDF വരുത്തിവെച്ചതാണ് എന്നതിലേക്കുള്ള ഒരു രാഷ്ട്രീയ നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പോളിംഗ് ശതമാനം കുറയാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും പോളിംഗ് ശതമാനം കൂടിയാലും കുറഞ്ഞാലും തങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ് 3 മുന്നണികളും അവകാശപ്പെടുന്നത്. ആ നിലയ്ക്കുള്ള പ്രവർത്തനം മണ്ഡലത്തിലുടനീളം നടത്തിയിട്ടുണ്ട് എന്നാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും അവകാശപ്പെടുന്നത്. നമ്മളിപ്പോൾ നേരത്തെ ഒരു വോട്ടറുടെ പ്രതികരണം കേട്ടിരുന്നു. കൃത്യമാണ്, വോട്ടർമാർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. വികസനത്തിനും മറ്റുമായി തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് എന്നാണ് അദ്ദേഹം എണ്ണി പറഞ്ഞത്. പാലക്കാട്ടെ വികസനത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, സ്റ്റേഡിയം ആയിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ, ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അദ്ദേഹം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് പാലക്കാട്ടെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പോളിംഗ് ബൂത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. താരതമ്യേന ചില ബൂത്തുകളിൽ താരതമ്യേന കുറഞ്ഞ തിരക്കാണെങ്കിലും ഈ സമയത്ത് ആദ്യത്തെ മണിക്കൂറിൽ ഇപ്പോൾ 10 മണിക്ക് മുമ്പായി, അതായത് 9:00 കൂടി തന്നെ വോട്ട് രേഖപ്പെടുത്തി ജോലിക്കും മറ്റും പോകേണ്ടവരുണ്ട്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കോളേജിലും മറ്റും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ അതിരാവിലെ എത്തി 10 മണിക്ക് മുമ്പായി വോട്ട് രേഖപ്പെടുത്തി മടങ്ങണം എന്ന ഉദ്ദേശത്തോടെ വന്നവരാണ്. എന്തായാലും ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഉയർന്ന പോളിംഗ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുഴുവൻ ബൂത്തിലും പോളിംഗ് പുരോഗമിക്കുകയാണ്. എവിടെയും ഈ തുടക്കത്തിൽ ചില സാങ്കേതിക തകരാറുകൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന ആശ്വാസമുണ്ട്. ഇതുവരേക്കും അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ, പോളിംഗ് തടസ്സപ്പെടുന്ന തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഇരട്ട വോട്ട് സംബന്ധിച്ച് CPM വലിയ തരത്തിൽ, LDF വലിയ തരത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. പല സ്ഥലങ്ങളിലും BJPയും UDFും ഇരട്ട വോട്ടുകൾ, കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ട്. അത് ചെയ്യാതിരിക്കാൻ, അത് ചെയ്യിപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞിരുന്നു. ആ നിലയ്ക്ക് ഓരോ ബൂത്തിലും വലിയ ജാഗ്രതയോടെയാണ് ബൂത്ത് ഏജന്റുമാർ അടക്കമുള്ളവർ പ്രവർത്തിക്കുന്നത്. എല്ലാ പാർട്ടിക്കാരുടെയും ബൂത്ത് ഏജന്റുമാർ വലിയ ജാഗ്രത പുലർത്തുന്നുണ്ട്. കാരണം അത്ര ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണത്തെല്ലാം ഭൂരിപക്ഷം നമുക്കറിയാം, വോട്ടെണ്ണുന്ന സമയത്തുള്ള ഏറ്റക്കുറച്ചിലുകൾ നമുക്കറിയാം. വലിയ ആകാംക്ഷയും മറ്റുമുണ്ടായ ഒരു വോട്ടെണ്ണലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ആ നിലയ്ക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ ഓരോ വോട്ടും പ്രധാനമാണ് എന്ന ബോധ്യത്തോടെ തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും അവർക്ക് ലഭിക്കേണ്ട വോട്ടുകൾ, അനാവശ്യമായി എതിർ സ്ഥാനാർത്ഥിക്ക് ലഭിക്കാൻ പോകുന്ന വോട്ടുകൾ തടയാനുള്ള ശ്രമം കൂടി വലിയ ആവേശം ബൂത്തുകൾ എന്നതുപോലെ തന്നെ വലിയ ജാഗ്രത ഓരോ മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കളും കാണിക്കുന്നുണ്ട് എന്നാണ്. ആ നിലയ്ക്ക് ചോർന്നു പോകാതിരിക്കാൻ, വഴിമാറിപ്പോകാതിരിക്കാൻ വോട്ടുകൾ സമാഹരിക്കാനുള്ള വലിയ പരിശ്രമം.